ഇതൊന്ന് നോക്കിക്കേ. ഈസ്റ്റോ സോഡോ പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ അപ്പത്തിൻ്റെ മാവ് നല്ല ഫൈനായിട്ട് ഞാൻ ഇന്നലെ അരച്ച് ഞാൻ വച്ചിരുന്നതിന് ഇന്ന് രാവിലെ ഞാൻ എടുത്തതാണേ. ഇതിൽ ചേർക്കാൻ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പച്ചരി, നാഴിയുടെ പകുതി പച്ചരിയും കുറച്ച് ചോറും ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ച് വെച്ചു. ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഞാനിത് ഞാൻ രാവിലെ എണ്ണീറ്റ് ഒരല്പം പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട്, പഞ്ചസാര ഒരു നുള്ള്, ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് കലക്കി വെച്ചതാണ്. ഞാനിതൊന്ന് കോരി ഞാൻ ഒഴിച്ച് ഞാൻ അപ്പം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് വെക്കട്ടെ. ഇതാ ചുറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പം റെഡിയാവുമേ. കാണിച്ചു തരാവേ. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കിക്കേ, അടിപൊളി അപ്പം. ഇതാ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതാ കണ്ടോ, അടിപൊളി അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സോഡാപ്പൊടിയോ വേറെ ഒന്നും ചേർക്കാതെ വെറും പച്ചരിയും 2 ചോറും ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ അപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വേറെ ഒന്നും ചേർത്തെങ്കിലും നിങ്ങൾക്ക് അടിപൊളി അപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെ അരച്ച് എടുത്താൽ മതി. ഓക്കെ, ബൈ.